Hi, hello all, welcome to my YouTube channel. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് തിഷാനി ദോഷിയുടെ ഗേൾസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് ദി വുഡ്സ്. തിഷാനി ദോഷി ഒരു റൈറ്ററാണ്, ജേർണലിസ്റ്റ് ആണ്, ആൻഡ് ഷീസ് ഓൾസോ ഡാൻസർ. ഗുജറാത്തി വെൽഷ് ഒറിജിൻ ആണ് അവർക്കുള്ളത്. അതായത് പേരൻസ് എന്ന് പറയുന്ന ഓഫ് മിക്സഡ് ഒറിജിൻ ആണ്. മദ്രാസിലാണ് ജനിച്ചത്. പിന്നെ ഒരു ക്രിയേറ്റീവ് റൈറ്ററാണ്. അവരുടെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കൺട്രീസ് ടു ദ ബോഡി. അതൊരു ആന്തോളജിയാണ്. 2006 പബ്ലിഷ് ചെയ്തത്. അവരുടെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ദ പ്ലഷർ സീക്കേഴ്സ് 2010 പബ്ലിഷ് ചെയ്തു. ആൻഡ് ഗേൾസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് ദ വുഡ്സ് എന്ന് പറയുന്നത് one of her poetry collections ആണ്, and it was published in the year 2018. Girls are coming out of the woods is a poem taken from the anthology. അതിന്റെ ടൈറ്റിലും ഗേൾസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് ദ വുഡ്സ് എന്ന് തന്നെയാണ് കേട്ടോ. ഈ പോയത്തിന്റെ ടൈറ്റിലും ഈ കളക്ഷന്റെ ടൈറ്റിലും സെയിം തന്നെയാണ്. ഈ ഒരു പോയത്തിനകത്ത് തിഷാനി ദോഷി അഡ്രസ്സ് ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെ കുറിച്ചാണ്. അതായത് ആ വയലൻസ് അല്ലെങ്കിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആ സ്ത്രീകളുടെ ബോഡീസ് ആ ബോഡീസ് സ്പീക്ക് ഔട്ട് ചെയ്യുവാണ്. അവർ അനുഭവിച്ച വയലൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മ്യൂട്ടിലേറ്റഡ് ബോഡീസ് എല്ലാം മ്യൂട്ടിലേറ്റഡ് ആണ്. അവർ ആ സപ്രസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ബോഡീസ് അവർ എന്തൊക്കെയാണ് അട്രോസിറ്റീസ് ഫേസ് ചെയ്തതെന്നും എന്തൊക്കെ വയലൻസ് അവർ ഫേസ് ചെയ്യുന്നുള്ളതും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വളരെ സീരിയസ് ടോണിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഒരു ആംഗ്രി ടോണാണ് ഈ ഒരു പോയത്തിന് ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം. തിഷാനി ദോഷിയുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് പോവമാണ്. ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എക്സ്പ്ലോയിറ്റേഷൻ സഫേർഡ് ബൈ വിമൻ, അതാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഫിസിക്കലിയും സ്പിരിച്വലിയും ഇമോഷണലിയും ഫിസിക്കലിയും ആയിട്ടുള്ള ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ സ്ത്രീകൾ സഫർ ചെയ്ത അതിനെക്കുറിച്ചാണ് ഈ ഒരു പോവം സംസാരിക്കുന്നത്. അപ്പം പിന്നെ ഫീമെയിൽ ബോഡിയുടെ അല്ലെങ്കിൽ ഫീമെയിൽ ബോഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സംസാരിക്കുന്നത്. ഫീമെയിൽ ബോഡിയാണ് കൂടുതലും ചലഞ്ചസ് നേരിടുന്നത്. ഫിസിക്കലിയും മെന്റലിയും സ്ത്രീകൾ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽ ബോഡിയാണ് ഈ ഒരു പോയത്തിൽ സംസാരിക്കുന്നത്. അതായത് മരിച്ചുപോയവരുടെ അല്ലെങ്കിൽ ഇതുപോലെ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ബോഡിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അവരെന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, അവരുടെ ബോഡിയിൽ എന്തൊക്കെയാണ് വയലൻസ് ആളുകൾ ചെലുത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹോണ്ടിങ് ഒരു പോയമാണിത്. പിന്നെ 2 ഇൻസിഡൻസിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു പോം നമ്മുടെ പോയിറ്റ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് തിഷാനി ദോഷിയുടെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള മോണിക്ക ഗുർഡെ അവരുടെ മേർഡറിനെ ബേസ് ചെയ്തും. അനദർ തിങ് എന്ന് പറയുന്നത് നമ്മുടെ നിർഭയ കേസ് ഉണ്ടല്ലോ, ഡൽഹിയിൽ ബസ്സിൽ വെച്ചിട്ടുണ്ടായ ആ ഗ്യാങ് റേപ്പിനെ ബേസ് ചെയ്തിട്ടുമാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പോം കമ്പൽസ് us to listen to the girls who have been molested and brutally raped and killed by the criminals. അതായത് പോയം സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ബ്രൂട്ടലി റേപ്ഡ് ആയിട്ട് മൊളസ്റ്റ് ചെയ്ത സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഇമേജസ് ആണ്. നമ്മുടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീഡേഴ്സിന്റെ മെമ്മറിയിൽ അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇപ്പോൾ വുഡ്സ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ആണ്. അത് വളരെ ഡാർക്ക് ആൻഡ് സീക്രട്ട് അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. വിക്ടിമൈസ്ഡ് ഗേൾസിന് നോ ലോങ്ങർ ദേ വോണ്ടഡ് ടു റിമൈൻ ഇൻ ദി ഡാർക്ക് റെലംസ്. അതായത് അവർക്ക് അനോണിമസ് ആയിട്ട് നിൽക്കണ്ട. ഇപ്പം നിർഭയയുടെ പേര് നമ്മൾ പറയാറില്ല, നിർഭയ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് മരിച്ചുപോയവരാണെന്നുണ്ടെങ്കിലും കൊന്നു കളഞ്ഞവരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അനോണിമസ് ആയിട്ടൊരു ഡാർക്ക് സ്പേസിലാണ് ഇപ്പോഴും ലിങ്കർ ചെയ്യുന്നത്. അവരുടെ കാര്യം നമ്മൾ ഭയങ്കര ഓപ്പൺ അപ്പ് ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. സോ അവർക്ക് ഇനി നോ ലോങ്ങർ ദേ വോണ്ടഡ് ടു റിമൈൻ ഇൻ ദി ഡാർക്ക് റെലംസ് ഓഫ് ദിസ് അനോണിമിറ്റി എന്നാണ് പറയുന്നത്. ദേ വോണ്ടഡ് ടു കം ഔട്ട് ഫ്രം ദി ഡാർക്ക്നെസ് ആൻഡ് ദേ ആർ റാപ്ഡ് ഇൻ ക്ലോക്സ് ആൻഡ് ഹൂഡ്സ്. അതായത് അവർ നമ്മളിപ്പോൾ ഈ ന്യൂസ് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ന് ഫോട്ടോസ് ഒന്നും കാണിക്കില്ല അല്ലേ, നമ്മൾ പേരൊന്നും പറയാറില്ല ഈ റേപ്ഡ് വിക്ടിംസിന്റെ ഒന്നും. അപ്പം അവരെപ്പോഴും എന്തോ ഒരു കാര്യത്തിൽ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന കണക്കാണ്. സോ ആ ഡെഡ് ബോഡീസ്, അവരുടെ ബോഡീസ് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ നീളമുള്ളൊരു ഹൂഡി പോലെയുള്ള ഡ്രസ്സിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ കവർ ചെയ്ത പോലെയാണ് അവരുടെ ബോഡീസ്. അവരുടെ കൈകളിൽ അയൺ ബാറും അവരുടെ ക്യാൻഡിൽസും ആണുള്ളത്. ആൻഡ് ഒരുപാട് മുറിവുകളുമാണുള്ളത്. മൾട്ടിപ്പിൾ സ്കാർസ് ആണുള്ളത്. ഓക്കെ, സോ ആ സ്കാർസും അയൺ ബാറും ക്യാൻഡിൽസും എല്ലാം എന്തിനെയാണ് കാണിക്കുന്നത്? അവർ ഫേസ് ചെയ്ത ആ ഒരു ടോർച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഗേൾസ് വുഡ്സിൽ നിന്ന് വരുവാണ്. അവരുടെ ലിപ്സിൽ പാൻറ്റീസ് കെട്ടിയിട്ടേക്കുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അവരുടെ ലെഗ്സ് എന്ന് പറയുന്നത് ബ്രോക്കൺ ആണ്. ആൻഡ് പിന്നെന്താ പറഞ്ഞേക്കുന്നത്, അവരുടെ തൈസ് എന്ന് പറയുന്നത് അൺഫാസ്റ്റൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് വെച്ചാൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവാണ്. ആ ഒരു ബ്രൂട്ടൽ റേപ്പിന് ശേഷം അവരുടെ ബോഡി ആകെ വയലേറ്റഡ് ആണ്. അവിടെ നിന്നെല്ലാം എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളും ബ്രോക്കൺ ആണ്.
തൈസ് തുടയുടെ ഭാഗത്തു നിന്ന് ബ്ലഡ് ഒലിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, അവരുടെ പാൻറ്റീസ്, അതായത് ഡ്രസ്സ് റേപ്പ് ചെയ്യുമ്പം ഡ്രസ്സെല്ലാം റിമൂവ് ഇത് എടുത്ത് കളയുമല്ലോ, അപ്പോൾ പാൻറ്റീസൊക്കെ അവരുടെ ലിപ്സുമായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈ ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് പിന്നെ ഈ സ്ട്രേഞ്ചേഴ്സ്, അതായത് ഓൾ ദി ലൈസ് വിസ്പേർഡ് ബൈ സ്ട്രേഞ്ചേഴ്സ്, അതായത് ഇങ്ങനെ റേപ്പ് ചെയ്യുന്നവർ, ഇപ്പോൾ സ്ത്രീകളെ ആണെന്നുണ്ടെങ്കിലും കുട്ടികളെ ആണെന്നുണ്ടെങ്കിലും റേപ്പ് ചെയ്യുന്നവർ കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലെ അവർ ചെയ്തില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ എല്ലാ കള്ളങ്ങളും, സ്ട്രേഞ്ചേഴ്സ് പറയുന്ന എല്ലാ കള്ളങ്ങളും, ഈ സ്വിമ്മിംഗ് കോച്ചസ് പറയുന്ന കള്ളങ്ങൾ, അങ്കിൾസ് പറയുന്ന കള്ളങ്ങൾ, ഇതെല്ലാമാണ് ഈ തൈസിൽ നിന്ന് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആരാണ്, നമ്മൾ ഈ പേപ്പറിലൊക്കെ കാണുമല്ലോ, നമ്മൾ ഈ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ട്, സ്വിമ്മിങ് കോച്ചസ് ഉപദ്രവിക്കുന്നവരുണ്ട്, സ്പോർട്സ് കോച്ചസ് ഉപദ്രവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ഉപദ്രവിക്കുന്നവരുണ്ട്, വൃത്തികേട് പറയുന്നവരുണ്ട്, അല്ലേ, പിന്നെ ഈ വയസ്സായിട്ടുള്ള അങ്കിൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന വൃത്തികേടുകളാണ്, അതായത് അവർ പറയുന്ന ആ ലൈസ് ഇവർക്ക് ചുറ്റിനും ഇങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഡെഡ് ബോഡീസിൻ്റെ ചുറ്റിനും ഇങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അവർ ചെയ്ത ക്രൂരതകളാണ് ഇപ്പോൾ ബ്ലഡായിട്ട് ലീക്ക് ചെയ്തുകൊണ്ട് ഈ തൈസിലൂടെ ഒഴുകുന്നത്, തുടകളിലൂടെ ഒഴുകുന്നത്. അങ്കിൾസ് ദ അങ്കിൾസ് പുട്ട് ബുള്ളറ്റ്സ് ഇൻ ദെയർ ചെസ്റ്റ് ആൻഡ് ഫെഡ് ദെയർ പ്രിറ്റി ഫേസസ് ടു ഫയർ ആൻഡ് ഡെക്കറേറ്റഡ് ദെയർ കോഫിൻസ് വിത്ത് ബ്രയർ. അവർ ഫേസ് ചെയ്ത ഈ അങ്കിൾസ്, അതായത് ഈ റേപ്പ് ചെയ്യുന്ന ആളുകൾ, ക്രൂവലായിട്ടുള്ള ആളുകൾ, ഇറ്റ്സ് ദ സോ കോൾഡ് അങ്കിൾസ്, അവരെന്താ ചെയ്യുന്നത്, അവരുടെ ചെസ്റ്റിൽ അവരെ കൊല്ലുന്ന എങ്ങനെയാണ്, ബുള്ളറ്റ്സ് വെച്ചിട്ട് കൊല്ലുന്നു. അവരുടെ പ്രിട്ടി ഫേസസ് എന്ത് ചെയ്യുവാണ്, തീ കത്തിക്കുന്നു, അതായത് അഗ്നിക്കിരയാക്കുന്നു. ആൻഡ് അവരുടെ കോഫിൻസ് എന്നിട്ട് എന്ത് ചെയ്യുവാണ്, അതായത് എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അവരുടെ കോഫിൻസ് എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത കണക്ക് കോഫിൻസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ദ ഗേൾസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് ദ വുഡ്സ് ക്ലിയറിംഗ് ദ ഗ്രൗണ്ട് ടു സ്കാറ്റർ ദിയർ സ്റ്റോറീസ്. അതായത് ഇവരെന്തിനാണ് ഗേൾസ് വുഡ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത്, ഡാർക്ക്നെസ്സിൽ നിന്ന് എന്തിനാണ് ഇവർ ഇറങ്ങി വരുന്നത്, അവരെക്കുറിച്ചുള്ള സ്റ്റോറീസ് പറയാൻ വേണ്ടിയും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുമാണ് വരുന്നത്. അതായത് അവരെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും കൺഫ്യൂഷൻസും ഒരുപാട് ഇല്ലാ കഥകളും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് ത്രൂ ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും മീഡിയാസിലൂടെ ആണെന്നുണ്ടെങ്കിലും. സോ അവർക്ക് ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം, എന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള സ്പെക്കുലേഷൻസ് എല്ലാം ക്ലിയർ ചെയ്യണം, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യണം. ആൻഡ് ദേ വോണ്ടഡ് ടു ടെൽ വാട്ട് ഹാപ്പൻഡ് റിയലി, എന്താണ് ആ ഒരു സമയത്ത്. ഓക്കെ, ആൻഡ് ദേ വേ ഫൗണ്ട് നേക്കഡ് ഇൻ ഡിച്ചസ് ആൻഡ് വെൽസ് ആൻഡ് നെഗ്ലക്റ്റഡ് ആറ്റിക്സ്. അതായത് മച്ചിൻ്റെ പുറത്തോ ഏതെങ്കിലും അബാൻഡൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോ കുഴികളിലോ കിണറുകളിലോ ഒക്കെയാണ് അവരുടെ ഡെഡ് ബോഡീസ് നേക്കഡായിട്ട് കിടന്നിരുന്നത്. ആൻഡ് ദേ വേ ബറീഡ് ഇൻ റിവർ ബെഡ്സ് ലൈക്ക് സെഡിമെന്റ്സ് ഫ്രം എ ഡിഫറെന്റ് സെഞ്ചുറി. അതായത് ചിലപ്പോൾ അവർ നദിയിലോട്ട് ഇങ്ങനെ ചുമ്മാ വലിച്ചെടുത്ത് എറിഞ്ഞേക്കും ഡെഡ് ബോഡീസ് യൂസ് ചെയ്തതിന് ശേഷം, അല്ലേ, അവർ റേപ്പ് ചെയ്തതിന് ശേഷം റിവർ ബെഡ്സിലോട്ട് അങ്ങ് ഇട്ടേക്കും. എന്നിട്ട് അവരവിടെ അടിഞ്ഞു കൂടുകയാണെന്ന്, അതായത് ഡെഡ് ബോഡീസ് ഇങ്ങനെ വലിച്ചെറിയപ്പെട്ടവരുടെ ഡെഡ് ബോഡീസ് ഇവിടെ സെഡിമെന്റ്സ് പോലെ ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണ്. They have crawled their way out from behind the curtains of childhood, and the silver pink weight of their bodies is pushed against water and against feathered tarnish of remembrance. ഇനി പറയുന്നത് ആൻഡ് അവരുടെ ബോഡീസ് എങ്ങനെയാണ് വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഴഞ്ഞു വരുന്ന പോലെയാണെന്ന് അവരുടെ ബോഡീസ്. അതായത് ഈ ചൈൽഡ്ഹുഡിൽ നമ്മൾ കേർട്ടൻ്റെ പുറകിൽ നിന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇഴഞ്ഞു വരുമല്ലോ, അതുപോലെയാണ് അവരുടെ ബോഡീസ് ഈ റിവേഴ്സിലാണെന്നുണ്ടെങ്കിലും ഡെഡ് ബോഡീസൊക്കെ പൊങ്ങി വരുന്നത് അതുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു വെയിറ്റ്, ആ ബോഡീസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടുത്തോട്ട് പുഷ് ചെയ്ത് ഒരു ഫെദർ പോലെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഈ വെള്ളത്തിലെല്ലാം. അതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു ഡിയർ വൺസിന്റെ ലാസ്റ്റ് റിമെമ്പറൻസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, അവരുടെ ഡിയർ വൺസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അവരെ അവസാനമായിട്ട് കാണുന്ന ആ ഒരു മെമ്മറി ഇങ്ങനെ ഫെദർ പോലെ ഒഴുകി നടക്കുന്നതാണ് റിവർ ബെഡുകളിലെല്ലാം. അപ്പോൾ ഈ ഗേൾസ് എല്ലാം എന്ന് പറയുന്നത് എന്താണ്, കമ്മിങ് ഔട്ട് ഓഫ് ദ വുഡ്സ് ലൈക്ക് ബേർഡ്സ് അറൈവ് അറ്റ് മോർണിംഗ്. അതായത് രാവിലെ ബേർഡ്സ് എല്ലാം വരുന്ന പോലെ, അതായത് ബേർഡ്സ് എല്ലാം വിൻഡോസിൽ ഓടിപ്പോയി പെക്ക് ചെയ്ത് ഹമ്മിങ്, അതായത് ഇങ്ങനെ ഹമ്മിങ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലാണ് ഇപ്പോൾ ഈ ഗേൾസിന്റെ ബോഡീസ് എല്ലാം ഈ ഒരു ഡാർക്ക്നെസ്സിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്നത്. ആൻഡ് ഓൾ വി ക്യാൻ ഹിയർ ഈസ് എ സ്മാഷ് ഓഫ് ദിയർ മിനിസ്ക്യൂൾ ഹാർട്ട്സ് അഗെയിൻസ്റ്റ് എ ഗ്ലാസ്. അതായത് നമുക്ക് എന്താണ് ഈ ബോഡീസ് സംസാരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്, അവരുടെ ഹാർട്ട്, അവരുടെ ഹൃദയം പിടയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഒരു ഗ്ലാസ് പോലെ അവരുടെ ഹൃദയം പൊട്ടുന്ന സൗണ്ടാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുവാണ്. അതായത് അവർ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി കിട്ടുന്നില്ല, അത് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലല്ലോ, എന്താണ് വാട്ട് ഹാവ് ഹാപ്പൻഡ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. സോ ഇവരുടെ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡാഷിങ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡിസപ്പിയറിംഗ് എന്നാണ് പറയുന്നത്.
ആൻഡ് ദ ഗേൾസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് ദ വുഡ്സ് ലൈക്ക് എൻ ആർമി. ഒരുപാട് പേര് ഇതുപോലെ മരിച്ച് തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാം ഒരു ആർമി പോലെ ഇവരെല്ലാവരും കൂടി കളക്റ്റീവായിട്ട് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. ഒരു ആർമി പോലെ കളക്റ്റീവായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് പോലെ സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയാൻ വേണ്ടി വരുവാണ്. സോ ഈച്ച് ലൈൻ ഓഫ് ദി പോം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമേജസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഒരു ആർമി പോലെയാണ് വുഡ്സിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് ഗേൾസ് വരുന്നതെന്നാണ് പറയുന്നത്. അത് നമ്മുടെ റീഡേഴ്സിൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ ഹാർട്ടിൽ ഒരു നമുക്ക് കുത്തിത്തുളച്ച് കയറുന്ന കണക്ക് പിയേഴ്സ് ചെയ്ത് കയറുന്ന കണക്കാണ് ഇത് വരുന്നത്. ഒരു വോർ ഡ്രം പോലെയാണ് ഈ ഒരു പോവാം. വോർ ഡ്രം എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഡ്രം അടിക്കുമല്ലോ യുദ്ധം തുടങ്ങാറായി എന്നുള്ളൊരു പ്രൊക്ലമേഷന് വേണ്ടി. സോ അതുപോലെയാണ് ഈ ഒരു പോവം എന്ന് പറയുന്നത്. അപ്പം വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോ ലോങ്ങർ കൺഫൈൻഡ് ടു ദ വുഡ്സ്. അല്ലെങ്കിൽ എന്താ പറയുക, അവർ ആ വയലൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സ്ത്രീകൾ അങ്ങനെ സഹിച്ച് നിൽക്കുകയല്ല. ഇപ്പോൾ അവർ എല്ലായിടത്തുനിന്നും വെളിയിൽ ഇറങ്ങി വന്ന് അത് വോയിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ ഒപ്പീനിയൻസ് എല്ലാം അവർ വോയിസ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗേൾസ് കംസ് ഔട്ട് ഓഫ് ദി വുഡ്സ് ടു ലൗഡ്ലി അനൗൺസ് വാട്ട് ഹാപ്പൻ ടു ദം. അവരിപ്പം ദേ ആർ നോ ലോങ്ങർ അഫ്രൈഡ് ഓഫ് ദി എന്താ പറയുക സപ്രസേഴ്സ്, അല്ലെങ്കിൽ ദേ ആർ നോ ലോങ്ങർ അഫ്രൈഡ് ഓഫ് ദെയർ സിറ്റുവേഷൻ ഓർ വാട്ട് എവർ ഹാപ്പൻ ടു ദം. അവർക്ക് എന്താണ്, അവർക്ക് ബ്രേവ് ആയിട്ട് കറേജസ് ആയിട്ട് അവർക്കെല്ലാം വന്ന് തുറന്ന് പറയണം. സോ അവർ വുഡ്സിൽ നിന്ന് അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിൽ നിന്ന് വരികയാണെന്നാണ് പറയുന്നത്. സോ ദിശാനി ദോഷി ടോർച്ചർ ഓഫ് വിമണിനെതിരെയുള്ള അവരുടെ ആ ഒരു ദേഷ്യമാണ് ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു.